നമസ്കാരം. നേർക്കുനല്ലേക്ക് വീണ്ടും സ്വാഗതം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണോ? സംഘടിത വിഭാഗത്തിന് ആവർത്തിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നുള്ള വിമർശനത്തിന് അടിസ്ഥാനമുണ്ടോ? അസംഘടിതർക്ക് മേൽ അധിക ബാധ്യത ചുമത്തുന്ന ബജറ്റാണെന്ന വിമർശനം ശരിയാണോ? സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷം കണ്ട ഒരു പ്രത്യേകത, മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ബജറ്റിനെ ജനങ്ങൾ കണ്ടോ എന്ന് സംശയമാണ്. അത് പ്രതീക്ഷ കൂടുതലുണ്ടായിരുന്നു, ആ പ്രതീക്ഷ ബജറ്റ് അവതരണത്തിന് ശേഷം കുറഞ്ഞതുകൊണ്ടാണോ? അതോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇതിനപ്പുറത്തേക്കൊന്നും സംസ്ഥാന ധനവകുപ്പിന് ചെയ്യാൻ കഴിയില്ല എന്നൊരു മുൻവിധി ആൾക്കാരിലുള്ളത് കൊണ്ടാണോ? അതോ ഭാവനാത്മകമായ വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ലാതെ കുറച്ച് മേമ്പൊടിയൊക്കെ വിതറിപ്പോകുന്ന ഒരു പ്രസംഗം മാത്രമായി ബജറ്റിനെ കാണുന്നത് കൊണ്ടാണോ? അതായത് മുൻഗാമികളൊക്കെ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് കെ.എൻ. ബാലഗോപാലിന്റെ 4 ബജറ്റ് പിന്നിടുമ്പോൾ കാര്യമായ വലിയ ഒരു ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. എന്തായാലും നേർക്കുനേർ പരിശോധിക്കുന്നത് ഓരോ മേഖലയിലും ഈ ബജറ്റ് ചെലുത്താവുന്ന ഒരു സ്വാധീനം എങ്ങനെയാണ് എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക്, സർക്കാർ ജീവനക്കാർ അടക്കമുള്ള സംഘടിത സിവിൽ സർവീസിന്, സാമ്പത്തിക മേഖലയ്ക്ക് ഇത് എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ, ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ, സാമ്പത്തിക വിദഗ്ധനായ ജോസ് സെബാസ്റ്റ്യൻ എന്നിവരാണ്. ശ്രീ ഡിജോ കാപ്പൻ, കെ.എം. മാണിയുടെയും തോമസ് ഐസക്കിന്റെയും ഒക്കെ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ഒരു വലിയ ചർച്ച, അല്ലെങ്കിൽ ബജറ്റ് അവതരണം നടക്കാൻ പോകുമ്പോൾ ഉള്ളൊരു ചർച്ച, അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അലയൊലികളൊന്നും കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് ഓരോ വർഷം കഴിയുന്തോറും കാണുന്നില്ല. എന്താണ് കാര്യം? ആൾക്കാർക്ക് ഇവരുടെ ഒന്നും ഇല്ല, ഇനി അവതരിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇനി അവതരിപ്പിച്ചതൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ടാണോ, അതോ ഇതൊക്കെ ശരിയായ രീതിയിൽ പോകുന്നു എന്നുള്ളൊരു ധാരണ കൊണ്ടാണോ? അല്ല, കെ എം മാണിയുടെ ബഡ്ജറ്റ് അവതരണ കാലത്തൊക്കെ, ആ സമയത്തൊക്കെ ഞാനൊക്കെ ആക്റ്റീവായ രാഷ്ട്രീയ രംഗത്തുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ അദ്ദേഹം UG-ലാന്ന് പറയും, അതായത് അണ്ടർഗ്രൗണ്ട്. തോമസ് ഐസക് ആണെങ്കിൽ നമുക്കറിയാം, വിഴിഞ്ഞത്തെ അവിടെ പോയിരുന്ന ആളുകളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ വിളിച്ചിരുത്തി വളരെ കാര്യഗൗരവമായി ചിന്തിച്ചും ഒക്കെയായിരുന്നു. തോമസ് ഐസക്കിൻ്റെ അതിനകത്ത് കവിതാ ശകലങ്ങളുണ്ട്, ഇദ്ദേഹത്തിനകത്ത് അതില്ല എന്നുള്ളത് ബഡ്ജറ്റ് മോശമാണെന്നില്ല. പക്ഷേ ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് കാണാവുന്നത് ഒരു ആളുകളും സംതൃപ്തരല്ല. സാധാരണ ബഡ്ജറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നിങ്ങളെപ്പോലെയുള്ള ചാനലുകാരൊക്കെ ഓരോ എക്സ്പേർട്സിനെ, ഇപ്പം ജോർജ് സെബാസ്റ്റ്യൻ സാറിനെ പോലെ പല ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ടുള്ള ചർച്ചകൾ തുടർന്നുള്ള ദിവസങ്ങളിലും കാണാം. അത് അന്നത്തെ ഒരു ന്യൂസ് അവർ കഴിഞ്ഞപ്പം അത് തീർന്നു. ഇന്നത്തെ മാധ്യമങ്ങൾ, പ്രിൻ്റ് മാധ്യമങ്ങൾ ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പം ആരും കാര്യമായി ഇതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, ഈ കോൺഗ്രസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ഇത് ഒരു നാടിന് വേണ്ടി, ആ പഞ്ചായത്തിന് വേണ്ടി, ആ ജില്ലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയും. ഇതും സത്യത്തിൽ കൊട്ടാരക്കര, കൊല്ലം ബഡ്ജറ്റ് പോലെ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഒരു കാർഷിക മേഖലയല്ല. ഞാൻ മെറിറ്റിലേക്ക് വരാം. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം ചോദിച്ചെന്നുള്ളൂ. ശ്രീ ജയചന്ദ്രൻ, ഈ സർവീസ് സംഘടനാ രംഗത്തുള്ള പല സംഘടനകൾക്കും രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. താങ്കൾക്കും ഒരു സംഘടനയുടെ രാഷ്ട്രീയമുണ്ട്. അതിൽ ഒരു സംഘടനയുടെ ഒരു പ്രതിനിധി എനിക്ക് അയച്ച ഒരു സന്ദേശമാണ് ബജറ്റിൽ ജീവനക്കാർക്ക് കിട്ടിയത്. വർഷം 2 DA കിട്ടുമെന്ന് പണ്ടെന്നോ തരാനുള്ള 6 DA കുടിശ്ശിക ഗഡുക്കളിൽ 2 അനുവദിച്ചു. 2024 ജൂലൈയിൽ അടുത്ത ശമ്പള കമ്മീഷൻ വരേണ്ട സമയത്ത് 2019 പരിഷ്കരിച്ചതിന്റെ പകുതി തുക തരുമെന്ന് പറഞ്ഞു. NPS-നെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കും. പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ എറിയാൻ കുറച്ചുകൂടി സമയം വേണം. മെഡിസപ്പ് 500 രൂപ പിടിക്കുന്നത് തുടരും. ശമ്പള പരിഷ്കരണം ഇനിയും ടൈം ഉണ്ടല്ലോ. ലീവ് സറണ്ടർ =0. DA തന്ന 5% അരിയർ =0. ആകെ കിട്ടിയത് 5 ചേർത്തുപിടിക്കൽ, 3 പ്രതിജ്ഞാബദ്ധം, 2 പരിശോധന, 5 പരിഗണന. ഇതാണോ ഫലം? ആദ്യം TV-യിൽ എഴുതി കാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് എന്തോ നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നു. പലരും ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് വാരിക്കോരി നൽകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ ആകാംക്ഷയായി. എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിമുടക്കം ഈ മേഖലയിൽ നടന്നു. പണിമുടക്കത്തിന് മുന്നോടിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചാലും നിയമിച്ചില്ല, നമുക്കതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യം, നിയമിക്കോട്ടെ, അതിനൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടു, അതൊരു കീഴ്വഴക്കായോട്ട് ആവശ്യപ്പെട്ടു എന്നേ ഉള്ളൂ. രണ്ടാമത്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ്, തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമാണ് നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ഗഡുക്കൾ കിട്ടാനുള്ള പണത്തിൻ്റെ ഗഡുക്കളായി നൽകും എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയത്. സ്വാഭാവികമായി ഈ ബഡ്ജറ്റിന് മുന്നിലുള്ള ചർച്ച, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ഞാനൊരു ബൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. നമ്മുടെ എല്ലാ പ്രതീക്ഷ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിന് അനുരോധമായി ധനകാര്യ മന്ത്രി ബഡ്ജറ്റിൽ അത് പ്രതിഫലിപ്പിക്കുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിന് അത്ര ഗൗരവത്തിൽ ധനകാര്യ മന്ത്രി എടുത്തില്ല. അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ അവർ നമ്മൾക്കറിയാവും. ആമുഖമായിട്ട് താങ്കൾ പറയുന്നത് ജീവനക്കാർക്ക്
കുമ്പളിൽ തന്നെയാണ് ഇത്തവണ. സംശയമൊന്നുമില്ല അതിനകത്ത്. അത് എന്ന് മാത്രമല്ല, അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം, ഈ ചർച്ചയിൽ ഇടവും വലയിരിക്കുന്ന രണ്ടുപേരെ അറിയാം. അറിയാം 5% വരുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ പെൻഷൻകാർക്ക് നമ്മുടെ മൊത്തം തനത് വരുമാനത്തിന്റെ സിംഹഭാഗവും കവർന്നു കൊണ്ടുപോകുന്ന രീതി പൊളിക്കാതെ ഈ സംസ്ഥാനം നന്നാവില്ല നിലപാടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്, കിട്ടിയിട്ടുണ്ടോല്ലോ? ഇല്ല, അതിന് കൃത്യമായ മറുപടി ഞാൻ പറയാം. അവരെ പറയുന്നത് ഞാൻ കൃത്യമായ മറുപടി സമയത്ത്. ജോസഫ്, താങ്കൾ ഈ സ്റ്റേറ്റ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു പൊളിച്ചെടുത്തുണ്ടാകാത്തതിനെ അതിശക്തമായി വിമർശിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ശ്രീ KM ചന്ദ്രശേഖരന്റെ ഒരു അഭിപ്രായം ഈ ബജറ്റ് വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 91 രാജ്യത്ത് കൊണ്ടുവന്നതുപോലെ കാര്യമായ പൊളിച്ചെടുത്ത് ധനസ്ഥിതിയിൽ ഉണ്ടാവണം, നയത്തിൽ ഉണ്ടാവണം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പുനഃക്രമീകരിക്കണം, ജീവനക്കാരുടെ പുനർവിന്യാസം കാര്യമായി നടപ്പാക്കണം, പാഴ്ചെലവുകൾ ഒഴിവാക്കണം, കൂടുതൽ വിഭവ സമാഹരണത്തിന് വേണ്ടി കടുത്ത നടപടികൾ വേണം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു പൊളിച്ചെടുത്ത്, ഒരു പിടിച്ചുകുലുക്കലില്ലാതെ ഇനി സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുള്ള എന്തെങ്കിലും സൂചന ഈ ബജറ്റിലുണ്ടോ? അതിനുള്ള ഒരു സൂചനയും ഇല്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള സംവിധാനങ്ങളെ അതേപടി താങ്ങി നിർത്തുന്നതിനാവശ്യമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇക്കാര്യം നമ്മുടെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞല്ലോ. അതായത് അവരുടെ പ്രതീക്ഷ മങ്ങലേറ്റു എന്ന് പറഞ്ഞു. നേരെ മറിച്ച് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും പ്രധാന ആശ്രയമാണല്ലോ നമ്മുടെ ഈ വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞാൽ. അത് 2021 1600 തീരുമാനിച്ചതാണ്. ഓരോ വർഷവും 5% വീതം മൂല്യശോഷണം ഇൻഫ്ലേഷൻ മൂലം ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം 1303 രൂപയാണ്. ഞാനത് ഇന്നലെ അത് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അത് 100 രൂപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധനമന്ത്രി തയ്യാറായില്ല. അപ്പോൾ ഈ കുടിശ്ശികയാണ്, അതെ, കുടിശ്ശികയാണ്, 3 മാസത്തെ കുടിശ്ശികയാണ്. അതെന്ന് കൊടുക്കും എന്നുള്ള ഇതുമില്ല. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർവീസ് പെൻഷൻകാരും എന്നൊക്കെ പറഞ്ഞാൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. മറ്റേ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകാതെ കിട്ടിയ കൊല്ലാതെ വളർത്താം എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെ നികുതി കൊടുക്കുന്നതാണ്. നികുതി കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സർവീസ് സംഘടനകളിൽ ഉൾപ്പെട്ട ആൾക്കാരെയും ഒക്കെ നിലനിർത്തുന്ന ആൾക്കാർക്ക് തിരിച്ചു കിട്ടാനൊന്നുമില്ല. അതേസമയം നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം സാമൂഹിക ബോധം ഇല്ലാത്ത ഒരു വിഭാഗം. ഞങ്ങളുടെ ഈ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഈ 1600 കാർഡ് ഒന്ന് കൊടുത്തിട്ട് മതി എന്നെന്തുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല? അതിൻ്റെ പിന്നിലുള്ള ആ ചേതോവികാരം എന്താണ്? അപ്പോൾ ഇവർ പറഞ്ഞു വന്നത് എന്താണ്? എവിടുന്നാണെന്നുള്ളതും ഞങ്ങൾക്കിത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഇത് ഞങ്ങൾ പോരാടി നേടിയെടുത്തതാണ്, അത് നിങ്ങൾ വേണേ ആരെ കൊള്ള ചെയ്തും ഞങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ തന്നേക്കണം. ഇതാണ് മനോഭാവം. സ്റ്റേറ്റ് ഒരു എംപ്ലോയറാണ് അല്ലേ? വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഒരു മത്സര പരീക്ഷ എഴുതി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോലി പ്രവേശിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് 56 വയസ്സ് വരെ അല്ലെങ്കിൽ 55 വയസ്സ് വരെ ജോലി ഉണ്ടാവും, ആ ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം പെൻഷൻ എലിജിബിലിറ്റി ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിന്റെ അഷുറൻസ് ആണ്. ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഒരു എംപ്ലോയർക്ക്, ഞാനൊരു എംപ്ലോയറെ കുറിച്ചാണ് പറയുന്നത്, ഒരു സമയത്ത് ആ ഒരു കണ്ടീഷനിൽ പിന്നോട്ട് പോകാൻ പറ്റൂ? അതിൽ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിനും പെൻഷനും ചെലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ശരിയാണ്. അതായത് 23% പെൻഷനായിട്ട് പോകുന്നത് 2% പേർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ശമ്പളത്തിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളത്തിന് വേണ്ടി ചെലവാക്കുന്നതാണ്. ഒറ്റ ദിവസം ശ്രീ ജയചന്ദ്രൻ, എന്തായാലും ഓരോ തവണയും താങ്കളുടെ മറുപടി കേട്ടേ പോകാൻ കഴിയത്തുള്ളൂ. മറിയക്കുട്ടി ചേട്ടത്തിയെ പോലെ 1600 രൂപയ്ക്ക് പിച്ചച്ചട്ടി എടുത്തിറങ്ങുന്നവർക്ക് പണം കൊടുത്തിട്ട് മതി ഞങ്ങൾക്ക് ബാക്കി പൈസ എന്ന് പറയാൻ എന്തുകൊണ്ട് മനസ്സ് പോകുന്നില്ലെന്നാ ചോദിച്ചു. ജോസഫ് സാറ് പറഞ്ഞതിനെ തീർത്തും എതിർക്കുകയാണ്. ഞങ്ങളാരും ക്ഷാമത്തെ ഇങ്ങോട്ട് തരണം, ഇത്ര ശതമാനം തരണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ് അടുത്ത വർഷം ഇത്ര ഇവിടെ പണപ്പെരുപ്പം ഉണ്ടായി, ഇത്ര വിലക്കയറ്റം ഉണ്ടായി, അതിനനുസരിച്ച് എംപ്ലോയർമാർക്ക്, സർക്കാർ ജീവനക്കാർ മാത്രമല്ല എല്ലാ തൊഴിലാളികൾക്കും ഇത്ര ശതമാനം ശമ്പളം കൂട്ടിക്കൊടുക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറിയായ നിലപാടാണ്. ആ നിലപാടനുസരിച്ചാണ് 19% ക്ഷാമത്തെ ഇവിടെ കുടിശ്ശിക. ഞങ്ങളാരും ഇത്ര ശതമാനം ക്ഷാമത്തെ ഇവിടെ ഞങ്ങൾ പറഞ്ഞതല്ല, അതൊരു ശാസ്ത്രീയമായ പഠനത്തിൽ സ്റ്റേറ്റ് ഫിനാൻസ് നിങ്ങളുടെ ഒരു കൺസേൺ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് പറയാം. സ്റ്റേറ്റ് ഫിനാൻസ് കൺസേൺ ആണല്ലോ. സ്റ്റേറ്റ് ഫിനാൻസ് കൺസേൺ ആണല്ലോ ഞാൻ ആദ്യം ആ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ക്ഷേമ പെൻഷൻ വർഷം തോറും ഈ പണപ്പെരുത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിനകത്ത് കൊടുക്കും. നമ്മളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ആഡിറ്റിംഗ് നടത്തണമെന്ന് ആദ്യമായി ഈ ഫ്ലോറിലാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്രാവശ്യം ബഡ്ജറ്റിനകത്ത് അത് വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അന്ന് വന്ന ഡിസ്ക്രിമിനേഷൻ അത് സോഷ്യൽ ആഡിറ്റിംഗ് വിധേയമാക്കണമെന്ന്. നമ്മൾ പറയുന്നത് ചെറിയ ശതമാനം ആൾക്കാർ പുറത്തു പോയിരിക്കും, അത്രേ ഉള്ളൂ. ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൽ ശമ്പളത്തെ സംബന്ധിച്ച് പറഞ്ഞു.
ഇപ്പോൾ 5 വർഷത്തെ ശമ്പള പരിഷ്കരണവും 10 വർഷത്തെ ശമ്പള പരിഷ്കരണവുമായി വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. ഞങ്ങൾ ആരും പറയുന്നില്ല 5 വർഷത്തേക്ക് ശമ്പള പരിഷ്കരണം നടത്തണമെന്ന്. അതൊരു കീഴ്വഴക്കമായോണ്ട് ആവശ്യപ്പെടുന്നതാണ്. 10 വർഷത്തിൽ ശമ്പളം പരിഷ്കരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ശമ്പളം കേരള ഗവൺമെൻറ്റിലുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിൽ കുറവാണ്. സാറ് പറഞ്ഞ തെറ്റാണ്, അതിനകത്തൊരു സംശയമില്ല. കണക്കുകൾ വളരെ വ്യക്തമാണ്. ഒരു നിമിഷം ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ നമുക്കുള്ള കണക്കുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാനുണ്ടായിരിക്കും. നമ്മൾ 1200 രൂപ പെൻഷൻ 3 മാസത്തെ കുടിശ്ശിക നിൽക്കുമ്പോഴാണ് ഇന്ന് ഫലം വന്ന ദില്ലിയിൽ 2100 രൂപയാക്കി അവിടെയുള്ള വെൽഫെയർ പ്രതിമാസ അലവൻസ് കൂട്ടിയതും ഇപ്പോൾ അധികാരത്തിലെത്തുന്ന സഖ്യം 2500 എന്നുള്ള അഷുറൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്, ചെറുപ്പക്കാർക്ക് ബസ്സിൽ 100% സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. 50% മെട്രോയിലടക്കം സൗജന്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ കേരളം മാത്രമാണ് ഈ വെൽഫെയർ സ്കീം നടപ്പാക്കുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണയുടെ കാലം കഴിഞ്ഞുപോയി. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 100 രൂപ നമുക്ക് ചെലവഴിക്കാൻ കയ്യിലുണ്ട്. ആ 100 രൂപ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൽ 63 രൂപയും നമ്മുടെ 5% വരുന്ന സംഘടിത സിവിൽ സർവീസിനും പെൻഷൻകാർക്കും വേണ്ടി കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഒരു സ്റ്റേറ്റ് എങ്ങനെ മറക്കുമെന്നുള്ള യുക്തിസഹമായ ഒരു ചോദ്യമാണ്. ഈ പറഞ്ഞ 63% കണക്ക് ഈ CAG റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. എത്ര ശതമാനമാണ്? 32, 33 വളരെ കൃത്യമായ എമൗണ്ട് വരെ എഴുതിയിട്ടുണ്ട്. 16% സാറ് പറഞ്ഞ കണക്കിനകത്ത് അത് വേണമെങ്കിൽ നമുക്ക് കണക്കെടുത്ത് വെച്ച് പരിശോധിക്കാവുന്നുള്ളൂ. 16% പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. കഴിഞ്ഞ 3% 20,000 കോടി രൂപ അരിയർ കൊടുക്കാൻ അല്ല സാർ, 60,000 കോടി ഉണ്ട് സാർ. 60,000 കോടി ഉണ്ട്. 20,000 കോടി അല്ല, 60,000 കോടി എല്ലാം കൂടി 23,000 കോടി രൂപ 23,000 കോടി ക്ഷാമത്തെയും സറണ്ടർ എല്ലാം 60,000 കോടി ഉണ്ട്. 20,000 കോടി അല്ല, 60,000 കോടി കിട്ടാനുണ്ട്. 60,000 കോടി കൊടുത്ത കേരളം പിന്നെ ഇതാവും. ഇത് പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ സ്ഥിരമായി ബഡ്ജറ്റ് പറയുന്ന ഒരു വാക്യമുണ്ട്. അവരെല്ലാവരും പൊതുപ്രവർത്തകരെല്ലാം വിശ്വസിക്കുന്ന അതാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കാലത്ത് 24,000 കോടി രൂപയുടെ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്രാവശ്യത്തെയും എനിക്ക് തോന്നുന്നു 7ാം ഖണ്ഡികയിൽ ആ കാര്യം കോവിഡ് കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ തുക അല്ല, അത് കഴിഞ്ഞ ആ കോവിഡ് കാലത്തിന് മുകളിൽ ആ ശമ്പളം കൊടുക്കാതിരുന്ന കുടിശ്ശികളെല്ലാം കൂടി കൊടുത്തപ്പോൾ വന്ന ബാധ്യതയാണ്. ഈ മുമ്പ് കടം പറഞ്ഞ് കടമാക്കി നിന്നിരുന്ന പണം തിരികെ കൊടുത്തപ്പോൾ അതെല്ലാം ബാധ്യത ജീവനക്കാരുടെ തലയിലായി. ഇത് ജീവനക്കാരൻ ഈ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരാണെന്ന് ചിത്രീകരിക്കാൻ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ടുള്ളവരും ഒരു പഠനവും നടത്താൻ ഞാൻ പറയട്ടെ. 2,80,000 പേര് ഇവിടെ അധ്യാപക മേഖലയിലുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ഏകദേശം 45,000 പേര് ആരോഗ്യ മേഖലയിലുണ്ട്. 40,000 പേര് പോലീസ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട്. ഇത് തന്നെ എത്രയായി? 5,4 ലക്ഷത്തിനകത്ത് ഇത് തന്നെ നോക്കുമ്പോൾ ഏകദേശം 3,40 ആയില്ലേ? ബാക്കിയാണ് ഈ നമ്മൾ പറയുന്നോ സർക്കാർ സർവീസ് ഇവിടെ വേണമെന്ന്? ശ്രീ ഡിജോ കാപ്പൻ, ഈ നമ്മളിപ്പോൾ പറഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ്. അധിക വിഭവ സമാഹരണമില്ലാതെ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം ഗവൺമെന്റ് എടുപ്പം ടാക്സ് ചെയ്യാൻ പറ്റുന്ന എവിടെ നിന്നാണ്? ഭൂനികുതി. ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഭൂമിയുടെ നികുതി കൂട്ടിയിരിക്കുന്നത്. ഭൂമിയുടെ നികുതി കൂട്ടിയത് വലിയൊരു ബാധ്യതയാണെന്നുള്ള രണ്ടാമത്തെ പ്രശ്നമാണ്. 2, കോടതി വ്യവഹാരങ്ങൾ. അതായത് പലപ്പോഴും നമുക്ക് ബോധ്യമുള്ള കാര്യം, സാധാരണക്കാരായ ആൾക്കാരാണ് ഈ വ്യവഹാരങ്ങൾക്ക് സിവിൽ ഡിസ്പ്യൂട്ടിന് പോകുന്നത്. ഭൂനികുതി അടയ്ക്കുന്നതിലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക ഇളവില്ല. പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും പോലും ഭൂനികുതിയിൽ ഇളവില്ല കേരളത്തിലടക്കം. അപ്പോൾ ഈ അധിക വിഭവ സമാഹരണം മുഴുവൻ അസംഘടിതരുടെ തലയിലേക്ക് വെക്കുന്ന ഒരു പ്രവണത ഈ ബജറ്റിലുണ്ടോ? കേരളത്തിൻ്റെ പ്രധാന വരുമാനം കടം മേടിക്കുക, പിന്നെ ചൂത് കളിക്കുക, പിന്നെ മദ്യം വിൽക്കുക. വേറെ ഒരു വരുമാനവും ഇല്ല. പെട്രോളും വിൽക്കുക. അപ്പം ഇതുകൊണ്ട് ഈ പണം ആർക്കാ പോകുന്നത്? ഈ പണം പോകുന്നത് ഇവിടുത്തെ റവന്യൂ ചെലവിന് വേണ്ടിയിട്ടും അതിൻ്റെ മുൻകാലങ്ങളിൽ മേടിച്ച പണത്തിൻ്റെ പലിശയ്ക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ സെർവ് ചെയ്തവരുടെ പെൻഷനുമായിട്ടാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്രയും ഒരു കർഷക ദ്രോഹ ബഡ്ജറ്റ് ഞാൻ ആദ്യം കാണുക, എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ 21-22 ഒരേക്കർ ഭൂമിക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 200 രൂപയാണ്. പുതിയ നിർദ്ദേശം അനുസരിച്ച് അത് 450 രൂപ കൊടുക്കണം. അങ്ങനെ ഒരു ടാക്സ് വർധനവ് ജോസഫ് സാർ പറയട്ടെ, ഈ 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ കൃഷി വിളകൾ എന്ന് പറയുന്നാൽ റബ്ബർ, നാളികേരം, നെല്ല്. അപ്പോൾ അതിനകത്ത് ഞാനൊരു റബ്ബർ കർഷകനായതുകൊണ്ട് ഞാനൊരു പറയാം, 1 ഏക്കർ ഉള്ള ഒരു പരമാവധി 150 വെട്ട് കിട്ടും. വെട്ട് കിട്ടിയാൽ കിട്ടുന്നത് 36,000 രൂപയാണ്. അതായത് ഒരു മാസം എനിക്ക് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 3,000 രൂപയാണ്. 5,770 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവൻ BP അല്ല. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമുണ്ട്, 1 ഏക്കർ ഭൂമിയുള്ളവൻ ജന്മി, അതുവഴി അവൻ ബൂർഷ. അപ്പം ഞാൻ ആരാ? ഞാൻ ബൂർഷ. പക്ഷെ എൻ്റെ വരുമാനം എവിടെയാ? ഞാൻ BPL-കാരനാണ്. അപ്പം അങ്ങനെ ഉള്ളവൻ്റെ ആണ് തുരന്നെടുക്കുന്നത്. ഇതാരാ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ സർവീസിലുള്ള ആളുകളാണ്. അതില് തൊഴില് നമ്മൾ തന്നെ ഉറപ്പിക്കണം.
അവിടെ വന്യമൃഗങ്ങളെ നമ്മൾ തന്നെ തുരത്തണം, വളം നമ്മൾ തന്നെ ഇടണം, ഇതിനൊക്കെയുള്ള അല്ല, വനം മന്ത്രിയാണെ കാട്ടുമൃഗങ്ങളെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളെ വനാതിർത്തിയിൽ നിന്നെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ബാലഗോപാല് കേരളത്തിലെ മൊത്തം കൃഷിക്കാരനെ കൃഷിഭൂമി എന്ന് പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തുക ഈ ബഡ്ജറ്റ് വഴി. സർക്കാർ ജീവനക്കാരുടെ പ്രൊഫഷണൽ ടാക്സ് കൂട്ടിയിട്ട് എത്ര വർഷമായി? അവരത് തൊട്ടിട്ടുണ്ടോ? ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? 44,000 കോടി രൂപയാണ്. 10% വെച്ച് കഴിഞ്ഞാൽ 4,400 രൂപ കിട്ടും. ഈ മരിക്കുട്ടിച്ചേർത്തിക്കൊക്കെ 1,600 എന്നുള്ളത് LDF പ്രകടന പത്രിക പറഞ്ഞ പോലെ 2,500 വെച്ച് കൊടുക്കാൻ ആ പൈസ മതി. അതിവർ ചൂണ്ടിക്കാണിക്കുകയല്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പം ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ജീവനക്കാരുടെ ശമ്പളം രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ പേ സ്കെയിലുണ്ട് 23,000 രൂപയാണ് കേരളത്തിലെ ലാസ്റ്റ് ഇയർ ജീവനക്കാരുടെ ശമ്പളം. 17,000 തുടങ്ങുന്നത് 19,000 ഇരുന്നത് 23,000 ആക്കി കഴിഞ്ഞ പ്രാവശ്യം കൂട്ടി. 4,000 രൂപ ആ പേ സ്കെയിൽ വ്യത്യാസം പറ്റി. 23,000 ഇതിപ്പം 3% കിട്ടും. 15% DA വരും. 23-ൻ്റെ 15% എത്രയും 3,400 വരും. 26,500 രൂപയാണ് ഒരു ലാസ്റ്റ് ഇയർ ജീവനക്കാരൻ്റെ ശമ്പളം. ഒരു 10-15% ഈ ആശുപത്രി ഉൾപ്പെടെ ജോലി ചെയ്തൊരു 10-15% ലാസ്റ്റ് ഇയർ ജീവനക്കാരാണ്. അത് കിട്ടുമല്ലോ. കിട്ടും. പറയട്ടെ 26,000 ഉറപ്പാണ്. ആ പോയിന്റാണ് കറക്റ്റ്. ഉറപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയൊരു കൃത്യമായി കിട്ടും. നേരത്തെ KSRTC പറഞ്ഞ പോലെ ആവില്ല എന്നൊരു തോന്നലാണ് ഇപ്പോഴും പോകുന്നത്. അതെങ്ങനെ ആവുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ പറയുന്നത് സമ്മതിക്കുന്നു. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ തന്നെ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സർക്കാർ ജീവനക്കാരനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു എക്കോസിസ്റ്റം തന്നെ ഉണ്ട് അല്ലേ, ഒരു നാട്ടിലുണ്ട്. അപ്പോൾ താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പെട്ടിക്കട നടന്ന ഒരാൾ, എന്താണ് അവരുടെ വരുമാനം? ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിന് കേന്ദ്രത്തിന്റെ വിഹിതം എത്ര കുറച്ചുവെന്നും കേരളത്തിൽ 2 കോൺട്രിബ്യൂഷൻ കൂടെ കൊടുത്തതിന് ശേഷം തൊഴിൽ ദിനങ്ങൾ എത്ര കുറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മൂന്നാമത്തെ കാര്യം, മൈക്രോ സംരംഭങ്ങൾ സ്ത്രീകളടക്കം തുടങ്ങി. കേരളത്തിൽ അതിന്റെ സ്ഥിതി എന്താണ്? അതും പിന്നോട്ടാണ്. കാർഷിക മേഖലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ചെറുകിട നാമമാത്ര കർഷകരുടെ കാര്യമാണ്. റബ്ബർ അടക്കം സ്വന്തമായിട്ട് നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളോട് നിൽക്കട്ടെ, ഇനി പച്ചക്കറിയോ നെല്ലോ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അതിന്റെ തുക കിട്ടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മേഖലയിൽ, ഒരു അസംഘടിത മേഖലയിൽ, പരമ്പരാഗത തൊഴിൽ മേഖലയിൽ, കശുവണ്ടി ആകട്ടെ, കയറാകട്ടെ, കൂലിത്തൊഴിലാളികളുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിഞ്ഞ 5-10 വർഷമായിട്ട്, ഞാനൊരു സർക്കാരിന്റെ നിറമല്ല പറയുന്നത്, 5-10 വർഷമായിട്ട് നമുക്കൊരു പോസിറ്റീവ് ഗ്രോത്ത് പറയാനുള്ളൂ. ഒരു കാര്യം, ഇതൊരു സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രശ്നമാണ്. ഈ കേരളം, ഇന്നത്തെ കേരളമായ അത് വളരെ കറക്റ്റാണ്. ആ സോഷ്യൽ സിസ്റ്റം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ആരെയാണ് താങ്ങി നിർത്തേണ്ടത്? ക്ഷേമ പെൻഷന്റെ കാര്യത്തിന് പ്രയോറിറ്റൈസ്, നമ്മൾ ആദ്യം മുതൽ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഞാനും താങ്കളും അടക്കം അധികം സെസ് കൊടുക്കുകയല്ലേ? എന്തിനു വേണ്ടിയാണ്? ഇതേപോലെ പിച്ചച്ചട്ടി എടുത്തിറങ്ങിയവർക്ക് പെൻഷൻ കൊടുക്കാൻ സെസ് വേണമെന്ന് പറഞ്ഞു. ആ സെസ് ഈടാക്കി, എന്നിട്ട് കുടിശ്ശിക തീർന്നു. എന്നിട്ട് 1 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചോ? ശ്രീ ജോസഫാസൻ ശരിയായി സൂചിപ്പിച്ചോ, 1,303 രൂപ എന്ന് പറയുമ്പോൾ 2021 100 രൂപ കൂട്ടി 1,600 രൂപ കിട്ടുകയും ആ 1,600-ൽ 60% ശരിയല്ലേ നികുതിയായി ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കുന്ന പാവപ്പെട്ടവരായ ആൾക്കാർക്ക് 100 രൂപ കൂട്ടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ഈ സർക്കാർ സർവീസിലുള്ള കിട്ടുന്ന പണം മുഴുവൻ ബാങ്കിൽ കൊണ്ടിടുന്നവരല്ല. അത് മനസ്സിലാക്കണം. 23,000 25,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ NPS ആണെങ്കിൽ 10% കഴിച്ച്, എൻ്റെ അടുത്ത് ഞാൻ പറയല്ലോ, ഇടുക്കിയിലും വയനാടും ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. പലരും അവിടെ പോയിട്ട് അവർ ലീവ് എടുത്ത് തിരിച്ചു പോരുന്നു. കാര്യം എന്ന് പറയുമ്പോൾ അവിടെ പോയി ഈ വാടകയും മറ്റ് ജീവിത ചെലവും കഴിയുമ്പോൾ മിച്ചമില്ലാത്തതുകൊണ്ട് പലരും, എത്രയോ പേര് അവിടെ ഇപ്പോഴും ഓഫീസിൻ്റെ കണക്കെടുത്താൽ ഇടുക്കി, വയനാട് ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിൽ, ഈ നഗരപ്രദേശങ്ങളിലെ ആൾക്കാർ ജോലിക്ക് പോകാൻ തയ്യാറല്ല, ലീവ് എടുത്ത് വീട്ടിൽ പോരുകയാണ്. വീട്ടിൽ പോയി വെച്ചാൽ വീട്ടിൽ നിന്നാൽ അതിനേക്കാൾ ജീവിക്കാനുള്ള സൗകര്യം കിട്ടും. ക്ഷേമ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല മാർക്കറ്റ് ചലിക്കുന്നത്. മാർക്കറ്റ് ചലിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ കയ്യിലും പണം വരണം. സംസ്ഥാന സർക്കാരിന് ഒരു വരുമാന പരിധിയുണ്ട്, വായ്പാ പരിധിയുണ്ട്, നമുക്ക് ഗ്രാൻഡിന്റെ കാര്യത്തിൽ പരിധിയുണ്ട്. അങ്ങനെ ഒരു കൺസ്ട്രെയിനിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട, അതായത് ഊർധ്വൻ വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കൈപിടിച്ച് ചേർത്ത് നിർത്താൻ കഴിയാതെ വരികയും, ശ്രീ ജോസഫാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ വരേണ്യരായ ആൾക്കാർ സ്ഥിരമായി വിഭവങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ചോദ്യം ആവർത്തിച്ച് നിങ്ങളോട് വരുന്നത്. ഞാൻ വരാം, ഒരു മിനിറ്റ് ശ്രീ ജയചന്ദ്രൻ, ഒരു മിനിറ്റ് ശ്രീ ജോസഫാസ്റ്റൻ. പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊക്കെ സർക്കാർ പറയുമ്പോഴും റവന്യൂ ചെലവിന് യാതൊരു ലോഭവുമില്ല, ആർഭാടത്തിന് ഒരു കുറവുമില്ല. നവകേരള സദസ്സിന് സ്ഥിരം വേദി ഉണ്ടാക്കുക, ഈ ലോക കേരള സഭ പോലുള്ള മാമാങ്കങ്ങൾ നടത്തുക, 14 ജില്ലകളിലും മന്ത്രിയും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എഴുന്നള്ളി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത്തരത്തിൽ ജനങ്ങളെ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിന് വേണ്ടി പോകുന്നത് ഒരു മാരുതി സിയാസ് കാറിലാണ്. ഞാൻ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. കേരളത്തിൽ സങ്കല്പിക്കാൻ കഴിയുമോ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി, ഒരു അഡീഷണൽ സെക്രട്ടറി ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ കുറഞ്ഞൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് സെക്രട്ടറിയേറ്റിൽ സങ്കല്പിക്കാൻ കഴിയുമോ താങ്കൾക്ക്? ഇപ്പോഴും 100 കോടി രൂപ മാറ്റി വെച്ചിട്ട് അങ്ങനെ കേരളം, ഇത് നമ്മുടെ കൺമുമ്പിലൂടെയാണ് അല്ലെ, നമ്മുടെ നികുതി പണം കൊണ്ട് ഈ രീതിയിൽ ഒരു സർക്കാരിന് ചെലവഴിക്കാനുള്ള ലക്ഷറി ഉണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഈ ചെലവ് ചെയ്യുന്നതിന് അത് കുറയ്ക്കുന്നതിനുള്ള യാതൊരുവിധ നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ്. വാഹനങ്ങൾ കൂടുതൽ വാങ്ങിക്കൂട്ടുകയാണ്. ഇപ്പോൾ
ഇപ്പോൾ IAS-കാരുടെയൊക്കെ ലെവലിൽ ഒരേ ആൾക്ക് തന്നെ 2-3 കാറുകൾ വീട്ടിൽ വരാനുള്ള സംവിധാനങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറി റാങ്കിലും DGP റാങ്കിലും റിട്ടയർ ചെയ്തിട്ട് അതിന്റെ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് 3 ഇരട്ടി ശമ്പളത്തോടുകൂടി വീണ്ടും പദവി കൊടുക്കുകയാണ്, ഇതേപോലെ ഔദ്യോഗിക വസതി കൊടുക്കുകയാണ്, വാഹനങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ റവന്യൂ ചെലവിൻ്റെ 5.55% ഫീസുകളായിട്ട് 1972-73 കളക്ട് ചെയ്തു. 100 രൂപ ചെലവാക്കിയാൽ 5 രൂപ 55 പൈസ. മെഡിക്കൽ എഡ്യൂക്കേഷൻ, എല്ലാ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളും അവിടുത്തെ സേവനങ്ങളും അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അത് വന്നിട്ട് നമ്മൾ അത് 1.35% കുറഞ്ഞിക്കുക എന്ന് പറഞ്ഞാൽ 50,576 കോടി രൂപയാണ് 2022-23 റവന്യൂ ചെലവ്. വരുമാനം കിട്ടിയിരിക്കുന്ന 676 കോടി രൂപയാണ്. അതായത് 1972 ആ ലെവലിലെങ്കിലും വർദ്ധിപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 2,400 കോടി രൂപ ധനമന്ത്രിക്ക് മൊബിലൈസ് ചെയ്യാനൊക്കും. നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥി കൊടുക്കുന്ന ഫീസ്, അയാൾ ഒരു മാസം മൊബൈലിന് ഒരു ശരാശരി 250 രൂപ ചിലവാക്കാത്ത ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ അപരിഷ്കൃതനാണെന്ന് പറയാനൊക്കുള്ളൂ ഇന്നത്തെ ഇതിൽ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ 4,000 രൂപ ഒരു വർഷം മൊബൈലിന് ചിലവാക്കുകയാണ്. ഫീസ് എത്രയാണെന്നറിയാവോ? ഒരു വർഷത്തെ ഫീസ് 1,000 രൂപ. ഇത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ SFI പ്രശ്നമുണ്ടാക്കും. ആശുപത്രിയിലെ നമ്മുടെ OP ടിക്കറ്റ് ഒന്ന് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ്സുകാർ ഉടനെ തന്നെ അതിനെതിരായിട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറഞ്ഞാൽ ലിക്കറോ ലോട്ടറിയോ അങ്ങനെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കർഷകരുടെ കാര്യം പറഞ്ഞാൽ അപ്പം മാർഗമില്ലാത്തതുകൊണ്ടല്ല. ഇത് നമ്മുടെ ധനകാര്യമന്ത്രിയും നമ്മുടെ ഈ സമൂഹത്തിൽ ഈ പൊതുവിഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ സേവനങ്ങളെക്കുറിച്ചുമുള്ള ഒരു സങ്കല്പമില്ലാതായി മാറിയിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു മാറ്റമുണ്ട്. സാറ് പറഞ്ഞതിനകത്ത് ഒരു തിരുത്തി ഞാൻ പറയാം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും വ്യവസായ മന്ത്രിയും PWD മന്ത്രിയും DYFI നേതാക്കന്മാരായിരുന്നപ്പം സാറ് പറഞ്ഞ ഈ OP ടിക്കറ്റിന് 2 രൂപ വെച്ച് കഴിഞ്ഞപ്പം ഇവിടെ എത്ര കസേരകൾ തല്ലി തകർത്താന്ന് സാറ് മറന്നുപോയിട്ടാ. അതേ ധനകാര്യമന്ത്രി KM മാണി അന്ന് 1 ഏക്കറിന് 2 രൂപയേ ഉള്ളൂ. 1 ഏക്കറിന് 2. ഇപ്പൊ ഞാൻ മുമ്പ് കണക്ക് പറഞ്ഞല്ലോ, ഈ 450 കൂട്ടിയില്ല, 2 രൂപ കൂട്ടിയപ്പം ഇതേ KM മാണിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കി അത് പിൻവലിപ്പിച്ചതാ. അപ്പോൾ അതാ ജോസ് കെ മാണിയോടെങ്കിലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സോറി പറഞ്ഞിട്ടായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഞാനിങ്ങനെ ഭൂനികുതി കൂട്ടാൻ പോകും. ആ കാലമൊക്കെ പോയില്ലേ? ഇപ്പം കരണത്തടിച്ച് TP ശ്രീനിവാസനെ നിലത്തിട്ടവർ സ്വകാര്യ സർവകലാശാലയിലും വിദേശ സാറേ ഈ ബഡ്ജറ്റ് വന്നിട്ടില്ലെന്നാ തോന്നുന്നുള്ളൂ. ഈ അസംബ്ലി കഴിയുമ്പോഴേ തോമസ് ഐസക് 14/6/2019 അസംബ്ലി പറഞ്ഞായിരുന്നു കിബിയുടെ പദ്ധതികൾക്ക് യൂസർ ഫീയും ടോളും പിരിക്കലാന്ന്. പക്ഷേ ഇത് കഴിയുമ്പോഴേ ഈ അസംബ്ലി ബഹളം ഉണ്ടാകാതിരിക്കാൻ അതും വരും. അല്ല, ഈ കിഫ്ബി റോഡുകളുടെ നികുതി പിരിക്കുന്നതിൽ ഒരർത്ഥത്തിൽ ഓഫ് ബജറ്റ് ബോറോവിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓമനപ്പേര് അവസാനം ഇടിച്ച് ഇത് ഇവിടെ എത്തി നിൽക്കും എന്നുള്ളത് പലരും മുന്നറിയിപ്പ് നൽകിയതാണ്, അവിടെ എത്തി നിൽക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരു വാഹനത്തിന് ശരാശരി 5-6 വർഷമാണ് നമ്മുടെ ലൈഫ് സ്പാൻ, അതായത് ഒരാൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു വാഹനം ഇറക്കിക്കഴിഞ്ഞാൽ 15 വർഷത്തെ നികുതി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വാഹനം നിരത്തിലിറക്കുന്നത്. ഈ നിരത്തിലിറക്കുന്ന വാഹനം 15 വർഷത്തെ ലൈഫ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിക്കുന്ന അല്ലെങ്കിൽ ഡിജോ കാപ്പൻ അടിക്കുന്ന ഓരോ ലിറ്റർ ഇന്ധനത്തിലും നമ്മൾ ഈ ഇന്ധനത്തിന്റെ വിലയ്ക്ക് പുറമേ കൊടുക്കുന്ന റോഡ് സെസ് ഉണ്ട്, ടാക്സ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റെയും ഉണ്ട്. ഇതും കഴിഞ്ഞ് ഒരു ദേശീയപാതയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോളും കൊടുക്കണം അല്ലേ. അതിന് ഫാസ്ടാഗ് ഇപ്പോൾ അത് ഏർപ്പെടും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ ഒരു 2 വരി പാതയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അതിനും ചുങ്കം കൊടുക്കണമെങ്കിൽ നാളെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി നടപ്പാതയിലൂടെ നടക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഇതേപോലെ ആണെങ്കിൽ കൊടുക്കേണ്ടി വരില്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ നന്നാക്കിയെന്ന് പറയുന്നു, സ്കൂൾ മന്ദിരങ്ങളൊക്കെ കെട്ടി, അതിന് റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞു. നാളെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ അതിന്റെ പേരിൽ മാത്രം പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച കിഫ്ബി പദ്ധതിക്ക് തിരിച്ച് പണം ഈടാക്കിയാലോ? ആശുപത്രിയിൽ നൽകുന്ന സേവനത്തിന്റെ പേരിൽ ഈടാക്കിയാലോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത് അതിൽ നിന്ന് നികുതി ഈടാക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമെന്നാണ് പറഞ്ഞത്. കിഫ്ബിയെ കുറിച്ച്, ഈ റോഡിനെ കുറിച്ച് പറഞ്ഞാൽ അതിലെ ഒരു ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞാൽ കിഫ്ബി നേരിട്ട് പണം ഇറക്കുന്ന പല പദ്ധതികളിലും ജനങ്ങളുടെ ഇത് പണം ഈടാക്കേണ്ടി വരും. ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞല്ലോ, ഫീസ് കൊടുക്കാൻ മൊബൈൽ കൊടുക്കാൻ ഫീസ് ഉണ്ട്. ഞാൻ പറയാമല്ലോ, സർക്കാർ സർവീസിനകത്ത് സർക്കാർ സ്കൂളില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ല. എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ. അതാണ് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഹോസ്പിറ്റലിൽ ഒരു 10 രൂപ OP ടിക്കറ്റ് എടുക്കാൻ കഴിയാതെ റോഡിൽ നിൽക്കുന്നവർ എത്ര പേരുണ്ട്? അല്ല, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എത്ര ബോർഡുകളുണ്ട്?
എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, അതിൽ എത്ര IAS ജോലി ചെയ്യുന്നു, എത്ര ചെയർമാന്മാർ ജോലി ചെയ്യുന്നു, 10-12 ഉണ്ട്. ഹരമാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം എന്ന് ഓരോ പേരിട്ട് ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. ശുചിത്വ മിഷൻ. പിന്നെ ഈ PWD അല്ല ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അക്രഡിറ്റഡ് ഏജൻസികളാണ്. 100 രൂപയുടെ പണി 5000 രൂപ 500 രൂപയ്ക്കോ 600 700 രൂപയ്ക്കാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങിയതല്ല, ഈ ഒരു സിസ്റ്റം വന്നിട്ട് കുറേ കാലമായി. അത് ഏത് കാലത്താണെന്ന് ഡിജോ സാറിനും ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആ നയത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് മാറി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ നിലവിൽ ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിന് KSRTCയുടെ അവസ്ഥയിലേക്ക് KSEB പൊക്കോണ്ടിരിക്കുമ്പോൾ ശ്രീ ജയചന്ദ്രനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, സർക്കാർ ജീവനക്കാരുടെ അവസ്ഥയിൽ നാളെ അതുപോലെ പോയേക്കാവുന്ന ഒരു അവസ്ഥയിൽ നാളെ താങ്കൾ ഈ പറയുന്ന വിഭാഗത്തെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ച ശമ്പളമാണെന്നാണല്ലോ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു പൈസ പോലും മാറ്റിവെക്കാതെ ഇന്നത്തെ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 90,000 1 ലക്ഷം ഒക്കെ കിട്ടുന്ന സ്ഥിതിയിലാണ്. അങ്ങനത്തെ ആൾക്കാർ ഇനി വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും അഴിച്ചു പണിത് ആവശ്യാധിഷ്ഠിതമായി മാത്രമേ പൊതുവിഭവങ്ങൾ ഓരോരുത്തരും ആ പൊതു ഖജനാവിൽ നാഗിരണം ചെയ്യാവുള്ളൂ. അതിൽ നീതിയുടെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ള ഒരു പുതിയ ഒരു മനോഭാവം, പുതിയ ചിന്തകളും വരാതെ ഈ രീതിയിൽ ഇതേ രീതിയിൽ പെൻഷൻ പോവുകയാണെങ്കിൽ പെൻഷൻ നിൽക്കും. KSRTCയുടെ കാര്യമല്ല, ഇതിപ്പം പങ്കാളിത്തവും പലതരത്തിലുള്ള പുതിയ ആശയങ്ങൾ വരുന്നുണ്ടല്ലോ, യൂണിഫൈഡ് പെൻഷൻ. ഇതൊന്നും തട്ടിപ്പല്ലേ സത്യത്തിൽ. 2013 ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തു. ഒറ്റ വർഷം പോലെ പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ തിരുത്താൻ കഴിയില്ല. ഇത് ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടണമെന്ന് ഒരാൾ കെട്ടിയത് തുടരുന്നു. സത്യത്തിൽ പറയാമല്ലോ, ഈ പങ്കാളിത്ത പെൻഷനും എന്ത് സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിൽക്കുന്ന സംവിധാനമല്ല. കാരണം ഈ ഇപ്പോഴുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെന്ന് പറഞ്ഞാൽ 2012 വരെയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലാണ്. അവരുടെ അവസാനത്തെ ബാച്ച് റിട്ടയർ ചെയ്യുന്ന 2030-33 അവരൊരു 30 വർഷം കൂടെ ജീവിക്കുകയാണെങ്കിൽ 2063 ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർ കാണുന്ന സ്ഥിതിയാണ്. കാരണം ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞത് 73 അടുത്ത ഒരു 10 വർഷം കൊണ്ട് ഇത് 80 എത്തും. അപ്പോൾ അങ്ങനെ വരുന്നു കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുന്നതിന് പോലുള്ള വരുമാനം കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്ഥിതിയിലോട്ട് പോകുന്ന വരും. കാരണം വരുമാനം ഉണ്ടാകണ്ടേ. 56 വയസ്സിൽ ഒരാളെ സർക്കാർ ജീവനക്കാർ അവിടെ നിന്ന് മാറുന്നു. 73 മുതൽ 76 77 വയസ്സ് വരെ ഒരാൾ പെൻഷൻ വാങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പങ്കാളിക്ക് വീണ്ടും അതിന് ആനുപാതികമായിട്ടുള്ള വിഹിതം കൊടുക്കുന്നു. അപ്പൊ ജോലി ചെയ്ത കാലത്തെക്കാട്ടി കൂടുതൽ കാലം ജോലി ചെയ്യാത്ത ഒരാളെ സാമൂഹ്യമായി ഞാൻ തീറ്റിപ്പൂറ്റുക എന്നുള്ളത് ഒരു മോശം അർത്ഥത്തിൽ എന്ന് പറയരുത്, പക്ഷെ അതിന്റെ ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ പെൻഷൻ പ്രായം കൂട്ടാൻ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പുനർവിചനം വേണം. ആശ്രിത നിയമനത്തിന്റെ കാര്യത്തിൽ, ഈ പെൻഷന്റെ കാര്യത്തിൽ, അതുപോലെ നിയമനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നൽകിയെന്നുള്ള ഒരു മേന്മയായിട്ടാണ് പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം നൽകിയ ഒരു മേന്മയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നിയമിച്ചത് ആരെയാണ്, അവർ എവിടെയാണ്, അവരുടെ എഫിഷ്യൻസി എന്താണ്, ആ സ്ഥലങ്ങളിലടക്കം ജീവനക്കാരുടെ പുനർവിന്യാസം നടക്കുന്നുണ്ടോ, കാലാനുസൃതമായിട്ട് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നുണ്ടോ, അവര് ജനങ്ങളുടെ സേവനങ്ങൾ സമയബന്ധിതമായി നൽകുന്നുണ്ടോ, കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നോക്കാതെ ഞങ്ങൾ തൊഴിൽ കൊടുത്തൊന്നും മേന്മ അടിക്കുന്ന ഒരു തൊഴിലുടമയോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 56 വയസ്സ് കഴിഞ്ഞ് അവൻ്റെ ആരോഗ്യമല്ല ക്ഷയിച്ചു. ഇനി ചണ്ടി പോലെ വലിച്ചെറിയാൻ കഴിയുമോ? സ്ഥിരമായി കുറച്ച് രൂപയെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു വിഭാഗം കേരളത്തിൽ വേണ്ടേ? ആ പണമല്ലേ സമൂഹത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഒഴുകി പരക്കുന്നത്? അത് മനസ്സിലാക്കാതെ അവരെയും കൈകാര്യം ചെയ്യേണ്ട. ആ പണം വേറൊരിടത്ത് വെക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അതിന്റെ സയൻസ് മനസ്സിലായില്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് അവർ വഴി ബാക്കിയുള്ളവരിലേക്ക് പോകുന്നത് അല്ല. ഇപ്പൊ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളമോ പെൻഷൻകാർക്ക് കിട്ടുന്ന ശമ്പളമോ പെൻഷൻകാരന് കിട്ടുന്ന 15,000 20,000 രൂപ കിട്ടിയാൽ അവന്റെ ജീവിതത്തിനകത്ത് അവൻ മരുന്ന് വാങ്ങാനും ആഹാരം വാങ്ങാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, 2,500 രൂപ വെച്ച് ഈ 62 ലക്ഷം എന്നുള്ളത് ഈ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 ലക്ഷം പേര് കുറയും. കോട്ടെ, ഒരു 56-58 ലക്ഷം പേർക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. 2,500 രൂപ വെച്ച് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നികുതി വരുമാനം എത്ര രൂപ കൂടും? അല്ല, ഏതാണ് 2,500 രൂപ വെച്ച് പെൻഷൻ കൊടുത്താൽ ഈ ക്ഷേമ പെൻഷൻ 2,500 ആക്കി ഉയർത്തുന്നു എന്ന് വിചാരിക്കുക. ഈ 2,500 രൂപ കയ്യിൽ കിട്ടുന്ന ഒരാൾ അത് ചെലവഴിക്കുന്ന രീതിയും അതിന്റെ നെറ്റ്വർക്കും നോക്കി ശൃംഖലയും നോക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന് അതിൽ നിന്ന് എത്ര റിട്ടേൺ? 60% റിട്ടേൺ കിട്ടും. ഉറപ്പാണ്. കുറഞ്ഞത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൂടുതൽ ആളുകളിലേക്ക് താഴോട്ട് കൂടുതൽ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോ അങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചലനാത്മകമാകുക, സർക്കാർ നിലമാകുക, ഒരു വെൽഫെയർ സ്റ്റേറ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. വിപണി നന്നായി ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീ ഡിജോ കാപ്പനി, നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നത് കൊണ്ട് വിദേശത്തുള്ളവർ അയക്കുന്ന തുകയുടെ തോതി കടന്ന് ഈ NRI റെമിറ്റൻസ് ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഗ്രാമീണ മേഖലയിൽ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. ശ്രീ ഡിജോ കാപ്പനെ തന്നെ പലപ്പോഴും ഞാൻ വിളിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഏണിക്കാലിൽ കുരുമുളക് പറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുത്തോ നിൽക്കുന്നത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ്. വന്യജീവി ആക്രമണം ഒരു ഭാഗത്ത്, പ്രകൃതി ദുരന്തങ്ങൾ മറുഭാഗത്ത്,
കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് മറുഭാഗത്ത്, ഭൂനികുതി കൂട്ടുന്നത് മറുഭാഗത്ത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉൽപാദനക്ഷമമാകുക ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കാർഷിക മേഖലയിലടക്കം ഉൽപാദനക്ഷമമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണ്ണിൽ പണിയെടുത്ത് അവിടെ കഷ്ടപ്പെടുന്ന കർഷകന് പരമാവധി പിന്തുണ കൊടുക്കുക, ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവരിക, അതിന് താങ്ങുവില കൊടുക്കുക, അവരെ ആ കൃഷി പ്രോത്സാഹിപ്പിക്കുക, അല്ലേ? ഇന്ന് കേരളത്തിലെ കൃഷിഭൂമിയുടെ എത്ര ശതമാനം കൃഷിഭൂമിയെ അവശേഷിക്കുന്നുണ്ട്? ലോകത്തൊരിടത്തും ഒരു സെന്റ് ഭൂമി പോലും ഒരു സർക്കാർ വില കൊടുക്കാതെ എടുത്തിട്ടുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് EFL. അങ്ങനെ ഒരു നിയമം അസംബ്ലി പോലും ചർച്ച ചെയ്തിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയാണ് ഇത് EFL ഭൂമിയാണെന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. എനിക്കറിയാവുന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിലമ്പൂരേക്ക് കുടിയേറിയ ഒരാളുടെ 20 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് പോയത്. കേന്ദ്ര നിയമമല്ലേ അത്? അല്ലല്ലല്ല, ഇത് ഇവിടുത്തെ കേരളത്തിലുണ്ടാക്കിയ ഒരു നിയമം. എവിടെയാലും കാട്ടിൽ ആന കൂടുതൽ പെറ്റുപെരുകിയാൽ, കടുവ കൂടുതൽ പെറ്റുപെരുകിയാൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ എണ്ണം മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണം. ഇപ്പം ഇവിടെ എന്തൊരു നിയമമാണ്. കാട്ടുപന്നി നമുക്കറിയാം, ഒരു പ്രാവശ്യം പ്രസംഗിക്ക് 8ഉം 10ഉം. അതിനെ കാട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നികുതി പണം കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പട്ടാളക്കാർ ജമ്മു കാശ്മീരിൻ്റെ അവിടെ കാവൽ നിൽക്കുക. അവിടെ കാവൽ നിൽക്കുമ്പം പാകിസ്ഥാൻകാരൻ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി എന്നെയും അവനെ ഉടനെ വെടിവെച്ചിടും എന്ന് പറഞ്ഞതുപോലെ കാട്ടുപന്നി ഇങ്ങോട്ട് കയറി ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ അവനെ നമ്മൾ ഇപ്പം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനകത്ത് വന്യമൃഗങ്ങളുടെ ശുശ്രൂഷയ്ക്ക് 40 കോടി രൂപ വെച്ചിരിക്കുക. എന്തിനാ? അത് ശുശ്രൂഷ കൊടുത്തിട്ട് ഞങ്ങളെ വന്ന് അതിൻ്റെ തേറ്റ കൊണ്ട് കീറിക്കളയാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടുപന്നിക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ദേശീയ മൃഗമാണ് കങ്കാരു, ഓസ്ട്രേലിയൻ. ഒരു നിശ്ചിത പീരീഡിൽ അതിനെ വെടിവെക്കാനും അതിനെ മാർക്കറ്റിൽ വെച്ച് വിൽക്കാനും കൂടി അധികാരമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കൂടെ എടുത്ത തീരുമാനം എന്നാണെന്നറിയോ? ഒരു കാട്ടുപന്നി അവർ 100 കൊല്ലമൊന്നും ജീവിക്കുമല്ലോ, അതിന് പ്രായമായിട്ട് അടുത്ത റബ്ബർ തോട്ടത്തിൽ വന്ന് വീണ് ചത്താൽ അതിനെ എടുത്ത് 3 അടി താഴ്ചയിൽ കുഴിച്ചിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം, എന്നിട്ടേ കുഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ റേഷൻ കട മണ്ണെണ്ണ ഇല്ലതാനും. അപ്പം അതിന് പരിസ്ഥിതി പ്രശ്നം ഇല്ലതാനും. AC റൂമിൽ ഇരുന്നുള്ള പരിസ്ഥിതി കപടപ്രേമികൾ കുറെ പേരുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം കൂടിയപ്പോൾ അതിനെ വെടിവെക്കാൻ നമുക്ക് പ്രൊഫഷണലായിട്ടൊരു അനുമതി കൊടുത്തല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ആ വെടിവെക്കുന്ന പന്നി ഗർഭിണിയാകാൻ പാടില്ല, കുട്ടികൾക്കൊപ്പം വരുന്നതാകാൻ പാടില്ല. അപ്പൊ തോക്കിൽ ഉന്നം പിടിക്കുന്ന ഒരാള് നോക്കി മനസ്സിലാക്കണം അതിന് ഗർഭമുണ്ടോ ഇല്ലെന്ന്. പെണ്ണിനാണ് വെടിവെക്കാൻ പാടില്ല. അപ്പം ഇങ്ങനത്തെ നിയമങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ നിയമങ്ങൾക്കെതിരെയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ വനാതിർത്തിയിലുള്ള ഭൂമി ഉപേക്ഷിച്ചിട്ട് കൃഷിക്കാരൻ മുഴുവൻ പോവുക, എന്നുവെച്ചാൽ മേടിക്കാൻ ആളില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വനവിസ്തൃതി കൂട്ടാനാ. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഒരു സംസ്ഥാനം കേരളമായിട്ട് മാറിയിരിക്കുക. ഇവിടെ കാർബൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഫണ്ട് മേടിക്കുന്ന ചില ഏജൻസികളുണ്ട്. അത് വേപ്പട്ടിക്ക് ഫാൻസ് അസോസിയേഷൻ, കാട്ടാന ഫാൻസ് അസോസിയേഷൻ. ഇവരാരും റോഡിലോട്ട് ഇറങ്ങുന്നില്ല, ഇവരാരും കൃഷിയിടത്തിൽ പോകുന്നില്ല. ഈ കർഷകൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇവൻ വീട്ടിലിരുന്ന് AC മുറിയിൽ ഇരുന്നുകൊണ്ട് ഈ പരിസ്ഥിതി പ്രേമം കാണിക്കാനേ പറ്റത്തില്ല. ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ കാര്യം, BV രാഘവനൊക്കെ കേരളത്തിൽ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് തരിശുഭൂമിയിൽ ഇടപെട്ട് കൃഷി ചെയ്ത് കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് ഗ്രൂപ്പ് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ ചെയ്ത വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട്. ഇന്ന് ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അവിടുത്തെ മന്ത്രിമാരുടെ ഒന്നും കഴിവിനെക്കുറിച്ചോ അവരുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യില്ല. പക്ഷേ സംഭരിച്ച ഉൽപ്പന്നങ്ങളുടെ വില കൊടുക്കാൻ ധനവകുപ്പിന്റെ മുമ്പിൽ കുമ്പിളുമായി കൈകൂപ്പി നിന്നിട്ട് രക്ഷയില്ല. ക്യാബിനറ്റിൽ ഇരുന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാത്ത കാലമാണ്. അല്ല സുരേഷ്, വേറൊരു അപകടമുണ്ട്. ഇപ്പൊ നെല്ല് ഇവർ എടുക്കുമല്ലോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. നെല്ലെടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് നെല്ല് അളന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് തരുക. എന്നിട്ട് ബാങ്കിൽ എൻ്റെ പേരിൽ ലോണാ. ഈ നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരിയാക്കി വിറ്റ് കാശടിച്ചിട്ട് അതല്ല ഇവിടെ മന്ത്രിമാർ എസ്കോർട്ടും പൈലറ്റുമായിട്ട് യാത്ര ചെയ്യും ആ പണം കൊണ്ട്. പക്ഷേ എൻ്റെ സിവിൽ സ്കോർ കുറയുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നെല്ല് അളന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജാമ്യത്തിലാണ് അതിന് പണം തരുന്നത്. അപ്പം എന്താണ്, സർക്കാർ തിരിച്ചടയ്ക്കുന്നില്ല. തിരിച്ചടയ്ക്കാതെ വരുമ്പം ഞാൻ പിന്നെ എൻ്റെ കൊച്ചിന് ഒരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ പറയും, നിങ്ങളുടെ സിവിൽ സ്കോർ താഴെ പോയി, എന്നാ നിങ്ങൾ ലോൺ എടുത്തിട്ട്. അന്നേരം നമ്മളറിയുന്നത് ഞാൻ എൻ്റെ നെല്ലിന് എനിക്ക് പണം തരേണ്ടതിന് പകരം സർക്കാർ അത് എൻ്റെ അത് അത്ര എനിക്ക് ജയചന്ദ്രനോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. 1-ാം തീയതി ആകുമ്പം ഈ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇവിടെ പണമില്ല,
നിങ്ങളുടെ പേരിൽ ലോണ് ആ താഴത്തെ സെക്രട്ടേറിയറ്റിന്റെ അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ തരുവാന്ന് പറഞ്ഞാൽ ഇവര് സമ്മതിക്കുമോ? അല്ല ഇത് ഒരു ഇത് ഒരു ഞങ്ങളുടെ സെക്കൻഡ് ഉൽപ്പന്നമാ. ഒരു സെക്കൻഡ് എല്ലാം ഞങ്ങളുടെ അല്ല ഒരു ഉൽപ്പന്നമാ. സെക്കൻഡ് ആ. ഇതിപ്പോ കേൾക്കുന്നവർ എന്നെ എങ്ങനെയാണ് കരുതുന്നില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ വരില്ല എന്ന് സി ഡി ജോക്കപ്പന് ഉറപ്പുണ്ടോ? അല്ല ഞാൻ എന്നെ ഉറപ്പുണ്ടോ? അല്ല ഞാൻ ഉറപ്പായിട്ട് പറയാം. കയ്യും തലയും പുറത്തല്ലെന്നുള്ള നാടകവും സിനിമയും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? KSRTC ജീവനക്കാർ ഒരു കാലത്ത് കേരളത്തിലെ സാമൂഹ്യ ഘടനയെ വിറപ്പിച്ചിരുന്നവരാണ്. അല്ല ഇന്ന് സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. കാരണം ശരീരം കൊണ്ട് അധ്വാനിച്ച് വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനമല്ല. ശ്രീ ഡിജോക്കാപ്പൻ അറിയാമല്ലോ, പണിയെടുത്തവരോട് പറയുകയാണ് ശമ്പളം ഗഡുക്കളായിട്ട് ഈ മാസം തീരുന്നതിന് മുമ്പ് വേണമെങ്കിൽ തരുമെന്ന്. നിത്യരോഗികളായ പെൻഷൻകാര് ഗുളിക വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ തെരുവിലിറങ്ങി നടക്കുകയാണ്. അല്ല സുരേഷ് ഏഷ്യാനെറ്റിൽ വന്ന കാലം മുതൽ ഈ KSRTC സംബന്ധിച്ച് ചർച്ച ഞാൻ പങ്കെടുക്കുന്ന അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഒരു ബസ്സിന് 12 ജീവനക്കാരാണ് ശമ്പളവും പെൻഷനും മുടങ്ങുന്നു. എനിക്ക് വളരെ ചീത്ത തെറി എഴുതി സത്യമാണ്. എനിക്ക് അയച്ചിട്ടുണ്ട്. നീയൊക്കെ KSRTC ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തതിന്റെ അസൂയല്ലേ എന്ന് ചോദിച്ചു. പ്രൈവറ്റ് ബസിന്റെ പ്രൈവറ്റ് ബസ്സിന്റെ ആളാണെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് വന്നതിന് എനിക്കിപ്പോൾ അത് 2 ലക്ഷം രൂപ എൻ്റെ മാനനഷ്ടത്തിന് വിധിയായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അന്നൊക്കെ ഇത് പറയുമ്പം ജീവനക്കാർ പറഞ്ഞു 1-ാം തീയതി ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശമ്പളവും പെൻഷനും മേടിക്കും എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് ദുഃഖമുണ്ട്. ഉപ്പും തവിടുമായിട്ടാണ് ഇവർക്ക് ശമ്പളം. അതെന്താ ഇപ്പോഴത്തെ ജീവനക്കാരുടെ കുഴപ്പമല്ല. ഇപ്പൊ ഒരു ബസ്സിന് 7.5 ജീവനക്കാരേ ഉള്ളൂ. പണ്ട് കാലത്ത് വരുത്തി വെച്ച ബാധ്യതയാ. ഇതേ അപകടം ഇതാ ഇലക്ട്രിസിറ്റി ബോർഡ് വരാൻ പോവാ. എന്നിട്ട് ഈയിടെ വലിയ തെറ്റിദ്ധാരണജനകമായ ഒരു കാര്യം പത്രത്തിൽ വന്നു. ഏറ്റവും കുറവ് വൈദ്യുതി ചെലവ് കേരളത്തിലാണ്. ഏത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ നല്ല വിലയുള്ള കൽക്കരി പോലെയുള്ളതിൽ ഉൽപ്പാദിപ്പിച്ചിട്ടാ. ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 40% വെള്ളത്തിൽ നിന്നാ. ഇടുക്കിയിലെ വൈദ്യുതിക്ക് 10 പൈസയേ ഉള്ളൂ. അതാണ് 5-5.5 രൂപയ്ക്ക് തരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ, റിസ്ക് ഉള്ള ജോലിക്ക് കൂടുതൽ കൊടുത്തോട്ടെ, നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല, പക്ഷെ അത് ലൈൻമാൻ ആയിരിക്കണം. പക്ഷെ ഇലക്ട്രിസിറ്റി ബോർഡിലെ 25 കൊല്ലം സീനിയോറിറ്റി അല്ലെ 20 കൊല്ലം സീനിയോറിറ്റി ഉള്ള ക്ലർക്കിന് 80,000 രൂപയും സെക്രട്ടേറിയറ്റിലെ അതേ ക്ലർക്കിന് 40,000 രൂപയും തമ്മിൽ ശരിയാകില്ല. അങ്ങനത്തെ കാര്യങ്ങളിൽ പൊളിച്ചെഴുത്ത് വേണം. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു, നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വലിയ നഷ്ടത്തിലാണ്. അതിന്റെ MD ക്ക് 24 ലക്ഷം രൂപയായിരുന്നു വാർഷിക ശമ്പളം. അത് ഒറ്റയടിക്ക് 50 ലക്ഷം രൂപ ആക്കി. ഇത് കഴിഞ്ഞ് ഇതിന്റെ പെൻഷൻ ലൈബിലിറ്റി എല്ലാം ഇത് വിമാനത്തെ കയറുന്നത് മാത്രമല്ല കൊടുക്കുന്നത്, മറിക്കുട്ടിച്ചേർത്തി കൊടുക്കണം. ഈ മറിക്കുട്ടിച്ചേർത്തി കൊടുക്കുന്നതെന്നാണ് ഈ 50 ലക്ഷം എടുത്തു കൊടുക്കുന്നതെന്ന് ഇത് തീരുമാനിച്ച ക്യാബിനറ്റിലെ മന്ത്രിമാരെ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാറ് മുമ്പേ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെയൊക്കെ ചെലവ് കൂടുന്നത് കൊണ്ട് സ്വകാര്യ മേഖലയിൽ യൂണിവേഴ്സിറ്റികൾ തുടങ്ങണം എന്ന് പറഞ്ഞു. ആദ്യമേ അവർ TP ശ്രീനിവാസനോട് പോയി ഒന്ന് കാല് തൊട്ടാ കോവളത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് തല്ലിയത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ഇന്നലത്തെ ക്യാബിനറ്റിൽ ഞാൻ മനസ്സിലാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി എന്നാണ്. എന്താണെന്നറിയോ, അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ വരുന്ന സർവകലാശാലയിൽ സർക്കാരിൻ്റെ പ്രതിനിധി വേണമെന്ന് അവിടെയും കുട്ടിച്ചോറാക്കാനാണ്. ഏത് ഇവിടെ ഇപ്പം കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഇതിൻ്റെ ഇതാ. അപ്പം ആദ്യമായി തന്നെ ഈ സർക്കാർ ജീവനക്കാർ ജോലി കിട്ടുമ്പോൾ തന്നെ അവർ പ്രൊട്ടക്റ്റഡാണ്. പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം തന്നെയാണ് ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ തെറ്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിൽ വന്നിരിക്കുന്ന നമ്മുടെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷേ ക്രൂരമായി ആ റെയിൽവേയിൽ ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റോറി കണ്ടാൽ നമുക്ക് സങ്കടം തോന്നി, ചവിട്ടുക. അതുപോലെ തന്നെ കല്യാണം കൂടിയിട്ട് വഴിക്ക് വന്നു. നമ്മൾക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കും. വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നിന്നവന് പടപടാ നടി. അത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ അവിടെ ഒരു ബാറിൽ അടി ഉണ്ടായി, അതുകൊണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഈ പോലീസുകാർ ഇവിടെ അടിക്കുന്ന എപ്പോഴാ? 10:30. ബാറിൽ അടി ഉണ്ടായത് 11:15. അപ്പൊ ഇങ്ങനത്തെ പൊള്ളത്തരങ്ങളൊക്കെ ഇവരെ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട ജയചന്ദ്ര നിങ്ങളുടെ ജോയിന്റ് കൗൺസിൽ എങ്കിലും ചെയ്യരുത്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്ന ഞങ്ങളുടെ നികുതിപ്പണം മേടിച്ചിട്ട് ഇങ്ങനത്തേനൊക്കെ കൂട്ടു നിൽക്കുന്ന സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് തെറ്റാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, സർക്കാർ ജീവനക്കാര് ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ സഹോദര അവർ 25 അല്ലെങ്കിൽ 30 വയസ്സ് ജോലിക്ക് കയറി. അവർക്ക് 3 കൊല്ലം അല്ലെ 5 കൊല്ലം കൂടുമ്പോൾ ജീവിത ചെലവും ഇതൊക്കെ കൂട്ടി കൊടുത്തോട്ടെ. അതിനുശേഷം അവർക്ക് വണ്ടി മേടിക്കണം, ലോൺ കൊടുത്തോട്ടെ. ഇതിനൊന്നും എനിക്ക് അഭിപ്രായമില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ പിള്ളേരെയൊക്കെ ഒരുമാതിരി നല്ല പഠിപ്പിച്ച് നല്ല ജീവിതാന്തസ്സിലാക്കി ഇവർക്ക് വീടായി വണ്ടിയായി. പിന്നെ അവർക്ക് ചെലവെന്താ? അവർക്ക് ചെലവ് ഭക്ഷണം, മരുന്ന്. അതിന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ജോലിയുണ്ട്. ഇൻകം ടാക്സ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നികുതിദായകർക്ക്. അതിനുള്ള ശേഷി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കില്ല. മുമ്പേ സാറ് പറഞ്ഞതുപോലെ അത് കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു നിശ്ചിത പെൻഷൻ ആക്കി മാറ്റിയാൽ ഈ പറഞ്ഞ പോലെ കേരളം നല്ല എന്തായാലും കേരളത്തില് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്
മാറി മാറി അധികാരത്തിലെത്തുന്നവരുടെ നയപരമായ കടുംപിടുത്തം നമ്മുടെ വികസനത്തെ എങ്ങനെ പിന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. അതിലെപ്പോഴും പ്രതിക്കൂട്ടിൽ നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇന്ന് ഇടതുപക്ഷം മാത്രമല്ല CPM തന്നെ ആ നയപരമായ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. കോൺഗ്രസിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ പുരോഗമനപരമായ പല വികസന മുദ്രാവാക്യങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നു. പക്ഷെ പ്രശ്നം അപ്പോഴേക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ക്ഷയിച്ചു. സാമ്പത്തികമായി സംസ്ഥാനത്തിന് രണ്ട് കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആ യാഥാർത്ഥ്യം ജനങ്ങളോട് തുറന്നു പറയണം. ആ യാഥാർത്ഥ്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പൊളിച്ചെഴുത്തിനുള്ള ധൈര്യം, ആർജവം അധികാരത്തിലേക്കുന്ന ഭരണകൂടം കാട്ടണം. കാരണം 1-2 വർഷത്തേക്കുള്ള ഭരണമല്ല, ഇനി ഒരു 25 വർഷം 50 വർഷവും സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഈ സംസ്ഥാനത്തിന് നേടണം. വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉൽപാദനക്ഷമമല്ലാത്ത ഒരു വാർദ്ധക്യമുള്ള ഒരു സമൂഹം കൂടി വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത കൂടി ഈ സ്റ്റേറ്റിന്റെ ചുമലിലേക്ക് വരുന്നു എന്ന് കണ്ടറിഞ്ഞു വേണം ധൂർത്ത് ഒഴിവാക്കാനും സംഘടിത മേഖലയ്ക്ക് മാത്രമായി പണമൊടുക്കുന്ന ഈ നടപടിക്ക് ഒരു അറുതി വരുത്തുവാനും. നേർക്കേണ്ട എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.